ഹായ് ഓൾ, വെൽക്കം ടു സ്മാർട്ട് പ്ലസ് ആപ്പ്. ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു കമ്പോസ് എ പേഴ്സണൽ ലെറ്റർ. ഓക്കെ, പേഴ്സണൽ ലെറ്റർ എങ്ങനെ കമ്പോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഒന്നും കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ ഒരു ലെസണുമായിട്ട് ബന്ധപ്പെട്ട് പേഴ്സണൽ ലെറ്ററിൻ്റെ ഫോർമാറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോയിക്കാലോ. എന്നാൽ എല്ലാവരും ക്ലാസ്സിലേക്ക് വാ. നമുക്ക് പേഴ്സണൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പേഴ്സണൽ ലെറ്റർ കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് പ്ലേസ് ആണ്. മാർജിൻ്റെ സൈഡിലായിട്ട് പ്ലേസ് എഴുതുക. അത് പ്ലേസ് എന്ന് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങളവിടെ ഒരു പ്ലേസ് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിയർ ഗാന്ധിനഗർ പുൽപ്പള്ളി, അത് മാർജിനോട് ചേർന്ന് തന്നെ എഴുതണം. ഇവിടെ ഞാൻ സ്പേസ് ഇട്ടിരിക്കുന്നത് അവിടെ പ്ലേസ് എഴുതിയതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, പ്ലേസ് എന്ന് എഴുതിയതുകൊണ്ട് മാത്രമാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡേറ്റ് എഴുതുക. ഡേറ്റ് എന്ന് ഇടേണ്ട കാര്യമില്ല, ഡേറ്റ് അവിടെ എഴുതിയാൽ മതി. ഇവിടെ 25th June 2020. ഇനി അടുത്തത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണ്ടത് സല്യൂട്ടേഷൻ ആണ്. സല്യൂട്ടേഷൻ എന്താണ്? ഡിയർ ഫ്രണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേര് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേര് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. സോ ഒരു പേഴ്സണൽ ലെറ്ററിന് there are 3 paragraphs. So introductory paragraph, the body of the paragraph, body paragraph that is explaining the question, and the third one is the concluding paragraph. So in the first paragraph, that is introductory paragraph, അതായത് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന പാരഗ്രാഫ് ആണ് ഫസ്റ്റ് പാരഗ്രാഫ്. അത് നിങ്ങൾ പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് അപ്പോൾ എങ്ങനെയാണ്? അതായത് ഈ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് നമുക്ക് കോമൺലി എല്ലാ ഫ്രണ്ട്ലി ലെറ്റേഴ്സിലും നമുക്ക് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്ററിൽ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ഫ്രണ്ട്ലി ലെറ്റർ അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്റർ നമ്മൾ എഴുതുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്, ഫ്രണ്ട്സിനൊക്കെ എഴുതുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ലെറ്ററിലും നമുക്ക് സെയിം ഉപയോഗിക്കാം. നിങ്ങൾ ഓർമ്മ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഉപയോഗിക്കാം. അപ്പോൾ how are you? Hope you are doing well. How is your family? How is your studies going on? How is the climate there? ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യം നമ്മൾ അങ്ങോട്ട് വിശേഷങ്ങൾ ചോദിക്കുന്നതാണ് എപ്പോഴും ലെറ്ററിൽ. പഴയ കാലഘട്ടത്തൊക്കെ ആണെങ്കിൽ ലെറ്റർ എഴുതുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ലെറ്ററും കാര്യങ്ങളൊന്നും ആരും എഴുതാത്തതുകൊണ്ട് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എന്ന് പറയുന്നതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളൊരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. അതായത് നമ്മൾ എഴുതുന്ന ആളോട് അയാളുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് എഴുതുന്നതാണ് ഫസ്റ്റത്തെ പാരഗ്രാഫ്. അപ്പോൾ how are you? Hope you are doing well. How is your family? How is your studies going on? How is the climate there? ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ഇതിലും സെയിം ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തത് ബോഡി ഓഫ് ദ ലെറ്റർ സെക്കൻഡ് പാരഗ്രാഫാണ്. ഈ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിൽ the boy is explaining his stay in the grandfather's house and that he is explaining to his friend. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആ ക്വസ്റ്റ്യനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, കാരണം കൃത്യമായിട്ട് ലെസണിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് കൺക്ലൂഡിങ് പാരഗ്രാഫാണ്. ഇത് നമുക്ക് എല്ലാത്തിലും സെയിം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും സെയിം ഉപയോഗിക്കാവുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു, അല്ലേ? കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കൺക്ലൂഡിങ് പാരഗ്രാഫ്, കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ യുവർ ഫാമിലി മെമ്പേഴ്സ്, ഐ ഹോപ്പ് ടു സീ യു സൂൺ, ബൈ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് കൺക്ലൂഡിങ് പാരഗ്രാഫ്. സോ ഫസ്റ്റ് പാരഗ്രാഫ് ആൻഡ് തേർഡ് പാരഗ്രാഫ് നിങ്ങൾ രണ്ടും എന്താണോ പഠിച്ചു വെച്ചത്, ഓർമ്മ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഉപയോഗിക്കാം. അതുകൊണ്ട് ഓർമ്മ അങ്ങ് പഠിച്ചു വയ്ക്കുക. ഇനി ലാസ്റ്റ് മാർജിനോട് ചേർന്ന് തന്നെ യുവേഴ്സ് ലവിംഗ്ലി എന്ന് എഴുതാം, അല്ലെങ്കിൽ വിത്ത് ലവ് എന്ന് എഴുതാം, വിത്ത് ലോട്ട്സ് ഓഫ് ലവ് എന്ന് എഴുതാം. അത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് സിഗ്നേച്ചർ, അതിന് തൊട്ട് താഴെ നെയിം. ഇതെല്ലാം മാർജിനോട് ചേർന്ന് തന്നെയാണ് വരേണ്ടത്. ഇതാണ് ഒരു പേഴ്സണൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് നേടാൻ പറ്റും. ഫോർമാറ്റ് മിസ്സാകാതെ പ്രോപ്പറായിട്ട് എഴുതാൻ കഴിയുമെങ്കിൽ യു ക്യാൻ അച്ചീവ് ഫുൾ മാർക്ക് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെസണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The boy in the story, Adventures in a Banyan Tree, writes a letter to one of his friends describing his attachment to the banyan tree. Draft the likely letter. അപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അവിടുത്തെ ആ ബോയ്ക്ക്
ബനിയൻ ട്രീയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് ഒരു ലെറ്റർ തൻ്റെ ഫ്രണ്ടിന് എഴുതുക. അപ്പോൾ നമ്മൾ പ്ലേസ് കൊടുത്തു. പ്ലേസ് ഏതാണ്? ദഹറയാണ്. ആൻഡ് ഡേറ്റ് നമ്മളൊരു ഡേറ്റ് ഇട്ടു. ഇനി ഡിയർ അരുൺ, ഫ്രണ്ടിനൊരു പേര് കൊടുത്തു. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഹൗ ആർ യു, ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ, ഐ ആം ഡൂയിങ് ദ സെയിം ഹിയർ അറ്റ് ഗ്രാൻഡ് പാസ് ഹൗസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റില്ലെങ്കിൽ നേരത്തെ പഠിച്ചത് സെയിം എഴുതിയാലും മതി. ഇനി ബോഡി ഓഫ് ദ ലെറ്റർ ആണ്. ബോഡി ഓഫ് ദ ലെറ്ററിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിയർ, ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ഹിയർ and do you know who the new friend is? A little cute squirrel cute gray squirrel in color. In the beginning he was a little resentful towards me, but now I am finding that I am not harmful. He is very friendly and familiar with me, even to take food from my hands. You know, in our garden there is a magnificent banyan tree which is older than my grandpa. It is old as the town of ദഹറ. അപ്പം ഫ്രണ്ടിനെ കൊണ്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. അതായതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആരാണെന്ന് അറിയാമോ? അതൊരു ഗ്രേ സ്ക്വിരലാണ്. അത് ആദ്യം എന്നോട് അടുക്കില്ലായിരുന്നു, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വരെ ഫുഡ് വാങ്ങുന്ന രീതിയിലേക്ക് എത്തി. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗാർഡനിലൊരു ബനിയൻ ട്രീ ഉണ്ട്. ആ ബനിയൻ ട്രീ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനേക്കാളും അതുപോലെ തന്നെ ദഹറ എന്ന് പറയുന്ന ടൗണിനേക്കാളും ഓൾഡാണ്. Okay, I often spend my free time on the tree, and the squirrel will also be there with me. There I have built a small platform on the halfway up the tree. I could read from there. I had witnessed the fight between the mongoose and the cobra, and then the mongoose was vanquished. And a few days ago, my grandpa brought a white rat to home, which he had brought from the bazaar for foreigners. I often take it with me to root or the platform in the tree. Soon it made friendship with one of the squirrels in the banyan tree. A strange thing happened. The squirrel started building a nest in the hole in the tree. When we investigated it, we found 3 little white squirrels. My grandpa said that he had been the white squirrels before in his life. He also explained that the white rat should be the father of the white baby squirrels. ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റോറി അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം വായിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വൈറ്റ് റാറ്റിനെ കൊണ്ടുവരുന്നു. വൈറ്റ് റാറ്റ് അവിടെ ഒരു സ്ക്വിരലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് അവർക്ക് മക്കൾ 3 വൈറ്റ് സ്ക്വിരൽസ് ഉണ്ടായി. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഈ പാരഗ്രാഫ് വലുതാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് 2 പാരഗ്രാഫ് ആക്കിയാലും കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരികയാണ്. ഐ വാണ്ടഡ് യുവർ പ്രസൻസ് വിത്ത് മീ ഇൻ ദിസ് വെക്കേഷൻ. ഈ വെക്കേഷൻ നിന്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഐ വാണ്ടഡ് ദാറ്റ്. വി ക്യാൻ സ്പെൻഡ് ദ ടൈം ഇൻ ദ ഗാർഡൻ ആൻഡ് ദ ബനിയൻ ട്രീ. നീ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഗാർഡനിലും ബനിയൻ ട്രീയിലും ടൈം സ്പെൻഡ് ചെയ്യാമായിരുന്നു. യു വിൽ ബി ഹാപ്പി ടു സീ ദ ബ്യൂട്ടിഫുൾ ലാൻഡ് ഇൻ ദഹറ ആൻഡ് ലീവ് ഇൻ ഇറ്റ്. അപ്പോൾ ദഹറ എന്ന ലാൻഡ് കാണുമ്പോൾ നിനക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. നമുക്കിവിടെ സന്തോഷമായിട്ട് ഇരിക്കാമായിരുന്നു. കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ. ഐ ഹോപ്പ് ടു സീ യു സൂൺ. യുവേഴ്സ് ലവിംഗ്ലി ഓർ വിത്ത് ലവ് ഓർ ലോട്ട്സ് ഓഫ് ലവ്. സിഗ്നേച്ചർ, നെയിം ആൻഡ് സിഗ്നേച്ചർ. ഇതാണ് ഒരു പേഴ്സണൽ ലെറ്ററിൻ്റെ, അതായത് ഫ്രണ്ട്ലി ലെറ്ററിൻ്റെ ഫോർമാറ്റ്. മനസ്സിലായോ നിങ്ങൾക്കിത്? വളരെ സിമ്പിളാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഈസിലി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എല്ലാവരും 5 മാർക്ക് മേടിക്കണം കേട്ടോ. മറന്നു പോരുത്. കൃത്യമായിട്ട് ഓർത്ത് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ലെസണുമായിട്ട് കാണാം. സീ യു ഓൾ. ബൈ.